ഹായ് ഫ്രണ്ട്സ്, തർമ്മൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് CPIMൻ്റെ 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കണ്ണൂരിലാണ്. അപ്പോൾ അതിൻ്റെ ചരിത്ര പ്രദർശനങ്ങളും മറ്റും നടക്കുന്ന പ്രധാന കവാടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ണൂർ ആകെ മൊത്തത്തിൽ എന്താ പറയേണ്ടത്, ചുവപ്പ് ലൈറ്റുകളാൽ അലങ്കൃതമായിട്ടാണ് ഉള്ളത്. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം. അപ്പോൾ ഇതിങ്ങനെ പ്രധാന കവാടങ്ങളും മറ്റ് ഏരിയകളും എല്ലാം ചുവന്ന ലൈറ്റുകളാൽ അലങ്കൃതമായിട്ടാണുള്ളത്. ഇവിടെ മന്ത്രിമാരടക്കമുള്ള ഒരുപാട് ആളുകളും മറ്റ് ജനങ്ങളെല്ലാം വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കണ്ണൂരിൽ ഇത്രയും നല്ലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മളും കൂടി അതിൽ പങ്കെടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഫ്രണ്ട്സ്, അതിമനോഹരമായി അലങ്കരിച്ച കണ്ണൂർ നഗരം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകേണ്ടത് ചരിത്ര സ്മാരകങ്ങൾ നിർമ്മിച്ച ആ ഒരു ഹാളിനകത്തേക്കാണ്. അതിൻ്റെ കവാടാണ് നിങ്ങളീ കാണുന്നത്. കനക ഓരോന്നും നടന്ന് നന്നായി വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പണ്ട് നടന്ന പല സമരങ്ങളെയും പ്രതിമയിൽ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അകത്ത് പോയിട്ട് കാണാനുള്ളത്. അതിലിടക്ക് മാധ്യമങ്ങൾക്ക് വേണ്ടി പലരും ഇവിടുന്ന് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ജയരാജേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ജയരാജേട്ടൻ പുറത്തുതന്നെ ഉണ്ട്, കണ്ടില്ലേ? ജയരാജേട്ടൻ്റെ കൂടെ ആളുകൾ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ്, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനും കനകയും ജയരാജേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ജയരാജേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി ഓഫീസിൻ്റെ മുന്നിൽ
ഭയങ്കര ആൾക്കൂട്ടം. കാര്യം അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഓഫീസിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നതാണ്. പിന്നെ പത്രക്കാരും ആളുകളും എല്ലാം ഉണ്ട്. അദ്ദേഹം ഈ ചരിത്ര പ്രദർശനം കാണാനായിട്ട് വന്നതാണ്. കണ്ടില്ലേ, ഒരു ഓഫീസിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുന്ന ആ ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ പത്രക്കാരിലൊന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കും കിട്ടി മുഖ്യമന്ത്രി സാറിൻ്റെ കുറച്ച് വീഡിയോസ്. ആ ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിലിടയിൽ കുട്ടികളോടെല്ലാം കുശലം ചോദിക്കുന്നുണ്ട്. പിന്നെ പിണറായിയിൽ നടന്ന ആദ്യത്തെ വിവേകാനന്ദ വായനശാലയിലെ ആദ്യത്തെ പാർട്ടി യോഗത്തിൻ്റെ ആ ഒരു പ്രതിമയിൽ കൂടി പുനരാവിഷ്കരിച്ച ആ ഒരു അദ്ദേഹം നോക്കി കാണുമെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പുറത്തേക്ക് വരും. മറ്റുള്ള എല്ലാ സമര പ്രതിമകളും അദ്ദേഹം വളരെയധികം സമയമെടുത്ത് നോക്കിക്കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയത്. അദ്ദേഹം പുറത്തേക്ക് വരുന്ന ആ ഒരു രംഗം നിങ്ങൾ കാണുന്നു. കൂടെ മറ്റു പല വിശിഷ്ട അതിഥികളും ഉണ്ട്. ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഒന്ന് പ്രതിമയിൽ കൂടി ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടില്ലേ, കണ്ണൂരിൽ വന്നാൽ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓരോ മുക്കിലും മൂലയിലും നാടിൻ്റെ. ഇത് വാഗൺ ട്രാജഡിയാണ്, ട്രെയിനിലെ കൂട്ടക്കൊല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് മുഹമ്മദ് നോക്കിക്കാണുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ ചീമേനിയിൽ നടന്ന തോൽ സമരമാണ്. തോൽ വിറക് സമരം. വിറക് ശേഖരിക്കാൻ വേണ്ടി പോയ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ പണിമുടക്കിയ ഒരു സീൻസാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സാറ് പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുതുന്നതാണ് നിങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രി എഴുതുന്നത് നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ മൊത്തം തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അതെ, നല്ലൊരു തിരക്കുണ്ട്. ഇത് കൂടാതെ കണ്ട് മറ്റ് പരിപാടികളും കണ്ണൂരിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ മൊത്തം ജനങ്ങളെ കൊണ്ടുള്ള കളിയാണ്. അങ്ങനെ ഈ വീഡിയോ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ നമ്മൾ എന്നും നിങ്ങളോട് പറയുന്ന പോലെ നമ്മളെ എല്ലാ വിധത്തിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് തന്നും അതുപോലെ നമ്മളെ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റെല്ലാം ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.